ചേച്ചി ചീത്ത വിളിക്കണൊക്കെ കാണാൻ ഭയങ്കര രസമാണ് ചേച്ചി. ഞാൻ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചേച്ചീനെ. എന്നാ മോള് വാ, നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം, നമുക്കൊരു ലൈവ് പോവാം. ഹലോ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, എനിക്ക് മക്കൾക്ക് സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. എല്ലാവരും കയറി. ഇപ്പോൾ 2000 പേര്. ഞക്കെ എന്നെ കാത്ത് എത്ര പേരാണ് ഇരിക്കണേന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ അടുത്ത് അത്രയ്ക്ക് ഇഷ്ടമാണ്. 3000 പേരായി. നീ പോടിയെന്നാ കയറി ഉടനെ വിളിക്കണം, നീ പോടിയെന്ന്. എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, ഒരു മോള് എന്നെ ഇവിടെ വെച്ചിപ്പം ഞാൻ കണ്ണൂർക്ക് ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് വന്നപ്പോൾ എന്നെ കണ്ട്. അപ്പോൾ ഓടി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചെന്താണ് ആ മോള് സെൽഫി എടുക്കാനായിട്ട്. ആ മോളെ പരിചയപ്പെടുത്തി തരാം. മോളു ഹായ്. എനിക്ക് സുഖം. 900 പേരായല്ലേ? അതാണ് പെട്ടെന്ന് കയറും. അത് ഞാനും കാണും ചേച്ചിയുടെ ലൈവ്. എല്ലാ ദിവസവും ചേച്ചിയുടെ ലൈവ് ഞാൻ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ വൈറ്റിംഗ് ക്രീം ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് വെളുപ്പ് ഇഷ്ടം പോലെ തന്നതുകൊണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. മക്കളൊരു കാര്യം ചെയ്യണം, അത് വാങ്ങിച്ച് തേക്കണം. വെറും 999 1000 രൂപയുള്ളൂ. ഇച്ചിരി ഡിസ്കൗണ്ട് തരുമെങ്കിൽ. അത് ഡിസ്കൗണ്ടിന്റെ സമയമൊക്കെ കഴിഞ്ഞു മോളെ. എന്നാലും ചേച്ചിയെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ചേച്ചി ഇത്തിരി ഡിസ്കൗണ്ട് തന്നിട്ട് ഞാൻ മോലാളിയുടെ അടുത്ത് ചോദിക്കട്ടെ. മോലാളിയുടെ അടുത്ത് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം. ഒരുപാട് പേര് ഓർഡർ ചെയ്ത് വരുത്തുന്നു. ഗൾഫ് രാജ്യങ്ങളിലായിരുന്നാലും എല്ലായിടത്തുനിന്നും വരുത്തുന്നുണ്ട്. ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമാണ് ചേച്ചിയുടെ ലൈവ്. എൻ്റെ വീട്ടിലെ എല്ലാവരും കാണും. എൻ്റെ പ്രോഡക്റ്റുകളെല്ലാം കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ട്. ഞാൻ ചേച്ചി ഇത് പുതിയ സാധനമാണല്ലേ? അത് നല്ലത്. ഇത് വാങ്ങിച്ചിട്ടാണെങ്കിൽ കിളിങ്ങോ അല്ലേ? വിരലില് തൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുതിയ പാദസരം ഇറക്കിയിട്ടുണ്ട്. ചേച്ചി പക്ഷെ പാദസരം ഇറക്കണില്ല എന്നൊക്കെ. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഇപ്പം എൻ്റെ മോലാളി പറഞ്ഞ് അതൊന്ന് ഇറക്കി നോക്ക്, ബാക്കിയുള്ള ബിസിനസ് എല്ലാം അതിൻ്റേതായ രീതിക്ക് പോകുന്നുണ്ട്, വിറ്റ് പോകുന്നുണ്ട്. അപ്പോഴ് അത് ഇറക്കണം, പാദസരം ഇറക്കണം. ഇത് തന്നെ. അതും വേണ്ട ഇങ്ങനെ കിളിങ്ങ. അപ്പം ഇതെല്ലാവരും ഓർഡർ ചെയ്യണം കേട്ടോ. മോളൊന്ന് ഒരു മേടിച്ചോണ്ട് പോകും. മോളെ സൈസിനുള്ളതുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് എൻ്റെ കാലിനത് സൈസായിരിക്കും. അത് സൈസിനുള്ളതും ഉണ്ട് മാല. അത് എല്ലാത്തിലും നാട്ട ഇങ്ങനെ കിളിങ്ങണതാണ്. ഈ മഞ്ഞ കളർ അല്ലാതെ വേറെ കളർ കിട്ടോ? പച്ച കളറൊക്കെ കിട്ടും? കിട്ടുകയൊക്കെ ചെയ്യും. കിട്ടും. അത് നിങ്ങൾക്ക് വേണമെന്നുള്ള ഏതാണെന്ന് പറഞ്ഞാലും അതിലുള്ളത് ഞാൻ എത്തിച്ചു തരും. ചേച്ചിക്ക് സുഖമാണ്. ചേച്ചി ഇന്നലെ ചന്ദന കേസിലും കണ്ടേക്ക് പോലീസ് അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞല്ലോ ചേച്ചി. അത് മോൾ അറിഞ്ഞാ? ഞാൻ കണ്ടേ ചേച്ചി ന്യൂസില്. അത് പറയില്ല, എൻ്റെ പിറം പെരുക്കുന്നു. ചേച്ചി ഉണ്ടാ കോരി തരിച്ചണ്ട ചേച്ചി. അത് നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള വിളിച്ച് പറഞ്ഞു. അത് അയൽവാസികളുണ്ട്, ബന്ധത്തിലുള്ള അവര്. മറ്റേ മുത്തു സിനാനായിരുന്നു. അതില് കണ്ടൂടാ അവന്മാരെ. സത്യം ചേച്ചി, എനിക്ക് ഇഷ്ടമല്ല അവന്മാര് ചേച്ചിയെ കാരണം അവന്മാരിപ്പോ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുത്തിടുകയാണ് ചേച്ചി. അത് ന്യായമാണോ ചേച്ചി? അത് ന്യായമല്ല. യവന്മാരെന്തോന്ന് ചെയ്ത് കക്കൂസിലൊക്കെയാണ് കയറി ഇരുന്നും കൊണ്ട്. അത് വേറൊന്നും അല്ലാതെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മക്കളെയും കൊണ്ട് പോവാനായിട്ട് എല്ലാം വാരിക്കെട്ടി. മക്കൾ താറാക്കോഴികളണക്ക് അവിടെ കിടന്ന് നടന്നു. അപ്പോഴേ ആ നേരത്തിന് ഞാൻ ഇതിനെ എല്ലാത്തിനെയും കൂടെ വാരി വണ്ടിയിലോട്ട് ഇട്ടിട്ട് സാധനങ്ങളും വാരിക്കെട്ടിയിട്ട് പോവാനായിട്ട് ഇരുന്നപ്പോൾ കാണാം യവന്മാരടിയിൽ കൂടെ വേല വെച്ച് ഞാനൊരു ചന്ദനമരം അവിടെ നിന്ന് മുറിച്ച്. ആ ന്യൂസിൽ അങ്ങനെ തന്നെയാണ് കാണിച്ചത്. തന്നെ ചേച്ചി, വലിയ ചന്ദനമരം ചേച്ചി വെട്ടിപ്പറക്കി ഇട്ടിരിക്കണം അവിടെയൊക്കെ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇനി എന്നെ ആളുകൾ ചന്ദനക്കള്ളിന്ന് അങ്ങനെ വിളിക്കുവോ? ചേച്ചിയുടെ പേരിപ്പോ നാട്ടിലൊക്കെ അങ്ങനെയാണ്, ചന്ദന ഷാജിയാ. ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി മുത്തു കക്കൂസി ഇരുന്നാണ് ചേച്ചി? അത് ഇത് മൊബൈൽ വഴി ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുമോ മുത്തു കക്കൂസി ഇരിക്കണത്? ചേച്ചി കൊള്ളാൻ കേട്ടാ. വീഡിയോ ഉണ്ടാ? എവിടെ കണ്ട? നോക്ക്, ആ കള്ള ഇരുന്ന് വിളിക്കണ. യവന്മാര് എന്തേര് ചെയ്യോ ഞാനെടുത്ത് പുറത്ത്. എൻ്റെ എല്ലാ തെളിവും ഉണ്ട്. കണ്ട പോലും പോവാൻ പറ്റൂലല്ലേ ചേച്ചി? ചേച്ചി എല്ലാം ഇരുന്ന് കാണും ഇങ്ങനെ. അതാണ് ചേച്ചി എപ്പോഴും പറയണേ എൻ്റെ എല്ലാ തെളിവുണ്ടെന്ന്. ഇത് അതിനകത്ത് ഇരുന്നും കൊണ്ടാണ് വിളിച്ച് പറഞ്ഞു കൊടുക്കണത്. അപ്പോഴ് തന്നെ അവര് വന്ന്. ചേച്ചിയുടെ അമ്മയുടെ വീടല്ലായിരുന്നു, അപ്പം വീട്ടിലെ ചന്ദനം അടുത്ത അല്ല, ആ തള്ള എന്നേ പോയി. ആ തള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ പോയി.
പോയെങ്കിലും ഞാൻ അതിൽ നിന്ന് പോവാൻ നേരത്തെ ഒരെണ്ണം മുറിച്ച്, അത് ഞാൻ രാത്രിയാണ് മുറിച്ചത്, രാത്രി മുറിച്ചത്. പക്ഷെ അവിടെ ഇരുന്നും കൊണ്ട് അടിയിൽ കൂടെ വേല വെക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെയായിരുന്നു. വേല വെച്ച് കൊടുത്ത് വിളിച്ച് പറഞ്ഞ് ഫോറസ്റ്റുകാർ വന്നാലും കറക്റ്റ് സമയം ചേച്ചി നാട് വിട്ടല്ല, അത് നല്ല കാര്യം. അതിലുള്ള ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു, സീനിയർ എന്നുള്ള. ചേച്ചി എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ചേച്ചി? ഞാൻ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല. എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? കുഞ്ഞ് ഇച്ചിരി എൻ്റെ ഉമ്മായൊക്കെ അന്നൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയത് കൊണ്ട് രണ്ടാം ക്ലാസ് വരെ. ഈ കോൺസ്റ്റബിൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? അത് 3 എൻ്റെ ഒരു ക്ലാസ്സിന് മുമ്പേയൊക്കെ ആയോളായിരുന്നു. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള പരിചയമാണല്ലേ. എന്നിട്ട് ചേച്ചിയെ കണ്ടിട്ട് മനസ്സിലായല്ലോ ഇന്നലെ വന്നപ്പോൾ. മനസ്സിലായെന്ന് പറയാൻ അത് ഞാൻ ലൈവിൽ അങ്ങനെ പറഞ്ഞതാണ്. ഓ, പറഞ്ഞൂടായിരുന്നല്ലേ? ഞാൻ ലൈവിൽ തള്ളിയതാണ്. അത് ഞാൻ പറഞ്ഞതിന് കാര്യമുണ്ട്. അത് ആളുകളെല്ലാം വിശ്വസിക്കണം. ഇങ്ങനെയാണെന്നുള്ളത് ആളുകളെ ഞാൻ വിശ്വസിപ്പിക്കും. അങ്ങനെ വിശ്വസിപ്പിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ. അത് സത്യമൊന്നും അല്ല. ചേച്ചിയുടെ ഇപ്പോഴത്തെ വീട് എവിടെ? അത് പറഞ്ഞാൽ അവന്മാര് കക്കൂസിനായാലും ഇറങ്ങി, കക്കൂസിനായാലും ലൈവാണ്. കക്കൂസിനായാലും ലൈവ് കട്ട് ചെയ്തിട്ട് പറയോ ചേച്ചി? കട്ട് ചെയ്യുമ്പോൾ രഹസ്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അവർ 2 വണ്ടിയിലാണ് വന്നത്. 2 വണ്ടിയിൽ വന്നപ്പോൾ ഞാൻ മുറിച്ചിട്ടിരിക്കുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞ് ഇത് പ്രശ്നമാവും എന്ന് പറഞ്ഞെങ്കിലും ഞാൻ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞെന്തോന്നാണ്, നമുക്ക് എങ്ങനെയെങ്കിലും വണ്ടിയിൽ വാരി വെച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് വിൽക്കാമെന്ന്. അങ്ങനെ ചന്ദനക്കടത്ത് ബിസിനസ്സിൻ്റെ നമുക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് പരിപാടി ഇതാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ കരകയറിയത്. കൊച്ചേക്ക് നോവും കേട്ടാ. നീ സെൽഫി എടുത്തതൊക്കെ ശരി എന്നാ, എനിക്ക് നോവൂലേ. ഇതിന്ന് മേടിച്ച് ഇത്തിരി കഴുത്തിലൊക്കെ ഇട്ടു. ഇത് കിളിങ്ങ് നല്ലോണം. എന്നാ ചേച്ചി ഇത് സൂപ്പർ സാധനമായിട്ടുണ്ട്. ചേച്ചി എവിടെ നിന്നാലും അറിയാൻ പറ്റും. അത് ഞാൻ നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിളിങ്ങും, ഇങ്ങനെ ചെണ്ട അടിക്കും കണക്കുക ഇങ്ങനെ. ഇപ്പം നമ്മളെ വീട്ടിൽ ഇപ്പം ആരെങ്കിലും വന്നു കഴിഞ്ഞാലും അവർ വെളിയിൽ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമെങ്കിൽ എനിക്ക് അകത്ത് നിന്നുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ വരണോര് ഇങ്ങനെ വേടിക്കണമെന്ന്. അതാണ്ട് ഇങ്ങനെ 2 കൈയും കൊണ്ട് ഇങ്ങനെ കൊട്ടുമ്പോൾ കേൾക്കും. ഇങ്ങനെയുള്ള പാട്ടുകൾ പ്രത്യേകിച്ച് പാടാം. പള്ളു വിളിക്കണം കേട്ടോ ഉമ്മാര്. നോക്കിയാണ്ടിരുന്ന് പള്ളു. നിങ്ങൾ ആരും ഇങ്ങനെ പള്ളൊന്നും വിളിക്കല്. ഈ ഇത്രയും തങ്കപ്പെട്ട ചേച്ചിയാണ്, വേറെ എങ്ങും അല്ല ഞാൻ വിളിക്കും. സത്യം ചേച്ചി ഞാൻ പറയട്ടെ, ഇത്രയും തങ്കപ്പെട്ട ചേച്ചി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും ജാടൊന്നുമില്ല, ഒട്ടും അഹങ്കാരം ഇല്ല. എനിക്കൊട്ടും ഇല്ല. എനിക്ക് അഹങ്കാരമൊന്നും ഇല്ല. ഞാൻ എൻ്റെ സ്വഭാവം അറിയാമായിരുന്നല്ല. ഞാൻ പണ്ടേ വീഡിയോ കാണുമായിരുന്നു. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഒന്ന് പറഞ്ഞു തന്നാണ്. ആ വ്യത്യാസം മോള് പറഞ്ഞതാ. എനിക്ക് ആ ഒരു വ്യത്യാസം എന്താണ് എന്നിൽ കണ്ടത്? ചേച്ചി ആദ്യമൊക്കെ പാവമായിരുന്നു ചേച്ചി. തൻ്റെ ഇടമൊന്നും ഇല്ലാത്തൊരു പൊട്ടിയായിരുന്നു. ചുമ്മാ വന്ന് പക്ഷെ പിന്നെ ആയപ്പോഴത്തേക്കും ചേച്ചിയുടെ രൂപവും സ്വഭാവത്തിലൊക്കെ നല്ല. അല്ല ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്നെങ്കിലും ആ തള്ളെ ഞാനുമായിട്ട് ഭയങ്കര പ്രശ്നമായി. പക്ഷെ ചേച്ചി അന്നൊക്കെ പറഞ്ഞത് ഉമ്മയാണ് എന്നെ നോക്കിയത്, എന്നെ വാപ്പ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു, തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരുന്നു. അത് ഞാൻ അന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ഇപ്പം ഈ ചന്ദനത്തടി എന്നെ മുറിക്കാൻ കാര്യം ഈ തള്ളക്ക് ഞാൻ ഒരു കമ്മൽ വാങ്ങിച്ചു കൊടുത്തു. നല്ലോണം ഇരുന്ന സമയത്ത് ഈ തള്ള ഈ കമ്മലും മേടിച്ചോണ്ട് ഇട്ടിട്ടാണ് ഈ തള്ള കാതിലിട്ട് ഞാൻ പോയി മേടിച്ചോണ്ട് കൊടുത്ത് കാതിലിട്ടതിന് ശേഷം ഈ തള്ള ഇരുന്നും കൊണ്ട് എനിക്ക് എങ്ങോട്ടും ഇറങ്ങാൻ പറ്റൂല. എനിക്കൊരു സ്വാതന്ത്ര്യമില്ലേ. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഈ തള്ള ഇരുന്നും കൊണ്ട് എന്തേലും എന്നെ അതും ഇതും പറച്ചില്ല. അത് കൊള്ളാമോ ചേച്ചീനെ പോയിട്ട് എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കാടുവാരിയായിട്ട് നടക്കും. ചേച്ചിയുടെ മക്കളെയൊക്കെ നോക്കാം അവിടെ ആളുണ്ടോ? അതൊക്കെ താറാക്കോഴികൾ കണക്ക് ഇങ്ങനെ വീട്ടിനകത്ത് ഇങ്ങനെ അങ്ങ് തേരാ പാര അതൊക്കെ എന്തെങ്കിലുമൊക്കെ. അത് ഗ്യാസൊക്കെ ഉണ്ട്, ഗ്യാസ് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിച്ച് കഴിക്കും. അതൊക്കെ വെച്ചൊക്കെ കഴിച്ചോളും. വീട്ടിലുള്ള ദിവസം ഞാൻ ഇങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോന്ന് ചെയ്യും, ഇളയത് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി. അത് നല്ല കാര്യം. കൊച്ചുങ്ങളെ ഇങ്ങനെ തന്നെ പഠിപ്പിക്കണം. അത് ഞാൻ പഠിപ്പിച്ച വിളിക്കാനും അപരാധം പറയാനും എല്ലാം അത് ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. അത് ഞാൻ പഠിപ്പിച്ചു വെച്ചാണ്. അത്
പിന്നെ ഞാൻ കൂടെ ഇങ്ങനെ ലൈവിലിരുന്നു കൊണ്ട് ചീത്ത ഞാൻ വിളിക്കുമ്പം അവൻ വരും. അവൻ വരുമ്പോഴത്തേക്ക് ഞാൻ അവന് 2 മുത്തോ കൂടെ അത് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി. നല്ല കാര്യമാണ്. ഞാൻ അങ്ങനെ കൊടുക്കും. അങ്ങനെയാണ്. അങ്ങനെ തന്നെ വേണം. മുത്തം കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ പ്രോത്സാഹനമാണ്. കുട്ടികളാണ് ചേച്ചി, നല്ലത് തന്നെ. എൻ്റെ മക്കള്, എൻ്റെ പൊന്നു മക്കളാണ് 5 എണ്ണം. ചേച്ചി തിരുവനന്തപുരത്തോട്ടൊക്കെ വരണം കേട്ടോ. വരാം, ഞാൻ മുമ്പ് വന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ എല്ലായിടത്തും പോകും. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ശിങ്കിടികളുണ്ടല്ലോ. ഉണ്ട്. അത് പറയാനേ, അത് ഞാൻ കാസർഗോഡ് നിന്നപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു സ്ഥലത്ത് പോകണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ പോകും. ഞാൻ അവിടെ ഇങ്ങനെ ഈ ബീച്ച് കയറും ഇങ്ങനെയൊക്കെ ഞാനങ്ങ് പോകും. പിന്നെ തിരുവനന്തപുരത്ത് വന്നായിരുന്നു ഞാൻ എല്ലാത്തിനും. അപ്പോൾ ആ വരുമ്പോഴാ എല്ലാം കൂടെ ഇങ്ങനെ കാക്ക കൂട്ടി കല്ലിട്ടണക്കും. ആരാധകരാണല്ലേ ആരാധകർ, ഭയങ്കര ആരാധകർ. ഇനിയിപ്പോൾ പിന്നെ ചന്ദനത്തടിയും കൂടെ കടത്തിയെന്നറിയുമ്പോൾ ഭയങ്കര ആരാധകർ. ചേച്ചി എന്നെ കൂടെ ഇത്തിരി ഫേമസ് ആക്കും ചേച്ചി. ചേച്ചി കുറച്ച് അപരാധം പറഞ്ഞാൽ മതി, ഞാൻ ഇത്തിരി ചാനൽ തുടങ്ങിക്കോ. അതൊരു കാര്യം ചെയ്താൽ മതി, എൻ്റെ കൂടെ ചന്ദനത്തടി വെട്ടാൻ വന്നാൽ മതി. ചേച്ചി വെട്ടണ സമയം ഇനിയിപ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ പെരേടം ഫുള്ള് ചന്ദനത്തടിയാണ്. ചേച്ചിയെ പോലീസൊന്നും പിടിക്കൂലല്ലോ 5 മക്കളുള്ളോണ്ട്. അതില് 5 മക്കളിൽ ആ ഇളയതിന്റെ പേര് ഒരു 5 വയസ്സോ 4 വയസ്സെന്നൊക്കെ പറയും. അത് പൊയ്ക്കോ സാരമില്ല എന്ന് പറയും. പിന്നെ ഞാൻ വരാം ചേച്ചി, ചേച്ചി വിളിച്ചാൽ മതി. കേസ് ഉണ്ടെങ്കിലും ഞാൻ ലൈവിൽ ഇരുന്നും കൊണ്ട് അങ്ങനെ പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്തും. അതാണ് എന്റെ ജോലി. ചേച്ചിയുടെ പ്രത്യേകത എന്താണെന്നറിയോ ചേച്ചി? ചേച്ചി ഇത്രയും കണ്ടന്തിരിവ് കാണിച്ചാലും ചേച്ചി ഇഷ്ടപ്പെടാൻ ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. ചേച്ചി ഒരുപാട് പേര് കമന്റ് ഇടുമെന്നറിയോ? യു പാവമാണ്, 5 മക്കളാണ്, കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്, കഷ്ടപ്പെട്ടാണ് ചീത്ത വിളിക്കുന്നത്. അതൊരു കാര്യമുണ്ട്. അത് ഇങ്ങനെ പറയണവർക്ക്, ഇങ്ങനെ ഇരുന്ന് കന്നന്തിരിവ് പറയണവരും ചീത്ത വിളിക്കുന്നവർക്കും സപ്പോർട്ടുണ്ട്. അത് സപ്പോർട്ടുണ്ട്. അതിന്റെ തന്നെ സത്യം തന്നെ ഞാൻ കണ്ടില്ലേ, ഞാൻ തന്നെ ചേച്ചിക്ക് നല്ല സപ്പോർട്ട്. എനിക്ക് ഇഷ്ടമാണ് ചേച്ചി, സത്യം. ഇങ്ങനെ വേണം പെമ്പിള്ളരായ. എന്റെ പൊന്നോള്, എന്റെ പൊന്നോക്കള്, എനിക്ക് മുത്ത് നീ എന്നും ഓർമ്മ വേണം. ഇത് ഓർമ്മിച്ച് വെക്കണം കേട്ടാ. ഇനി ആളുകളെ ചീത്ത വിളിച്ചെന്നും പറഞ്ഞ് എന്നെ മറക്കല്ലേ. ഇല്ല ഞാൻ സപ്പോർട്ടേ ഉള്ളൂ ചേച്ചി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. മോക്ക് പാട്ട് പാടാനൊക്കെ അറിയാമോ? ഇല്ല ചേച്ചി, എനിക്ക് പാട്ട് പാടാനൊന്നും നോക്കുന്നു. ചേച്ചി എനിക്ക് പഠിപ്പിച്ചെന്നാ ഞാൻ പിന്നെ പാടാം. നല്ല പാട്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറക്കി നമ്മളെ തൂനയും. അതിന് നല്ല നീട്ടം വേണം. നമ്മള് ഈ പാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പാടി വരുമ്പോ നല്ല നീട്ടം വേണം. കഞ്ചാവടിയൻ മൂത്തു കള്ളുകൊടിയൻ സീനാനേ. ചേച്ചി അപ്പൊ ഇനി ഉമ്മ ഇനി തിരിച്ചു വരുമായിരിക്കുമല്ലേ? ആ തള്ള വരെ പോവേ എന്തരാ ചെയ്യട്ട്. പിന്നെ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങും. അല്ല, ആ തള്ള ഞാൻ 2 വർഷം വരെ ഞാൻ നോക്കി. പിന്നെ ഒരു കാര്യമുണ്ട്, ആ തള്ള എന്നെ കുഞ്ഞിലേ തൊട്ട് വളർത്തി. എങ്കിലും ഞാൻ 2 വർഷം തിന്നാൻ കൊടുത്തില്ലേ, ഞാൻ പഴം കഞ്ഞിയൊക്കെ കൊടുത്തിട്ടിരുന്നു. അത് മതിയാ, അത് മതി. നമ്മുടെയൊക്കെ ആവശ്യം അങ്ങ് സാധിച്ചാ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴൊക്കെ അവരെല്ലാം അല്ല നല്ലതുപോലെ അതൊക്കെ മതി. 2 വർഷം പറയണോന്നൊക്കെ. ഈ SIനെയൊക്കെ ഇന്നലെ ചേച്ചി എന്തോന്ന് ചേച്ചി വിളിച്ചത്? ഈ SIനെയൊക്കെ മറ്റേ ആമ്പിള്ളേരെയൊക്കെ ചേർത്തിട്ട് എന്തോ അടിയെന്നൊക്കെ പറയുന്ന എന്തേരിലാണ് ഞാൻ വിളിച്ചത്? ആ ലൈവില് അതെ കോൺസ്റ്റബിളിനെ ചേച്ചി SIനെയാണ് വിളിച്ചത്. ചേച്ചിക്ക് ഓർമ്മയില്ലേ? നീയൊക്കെ കുണ്ട മറ്റേ SI സാറിന് കൊടുക്കണ കുണ്ട. ഇപ്പൊ എനിക്കിത്തിരി മടി തോന്നണം. ഞാൻ അന്നേരം ലൈവിൽ ഇരുന്നും കൊണ്ട് പറഞ്ഞെങ്കിലും അത് 14,000 പേരുണ്ടായിരുന്നു. അവരെല്ലാരും കേട്ട്, മക്കള് കേട്ടായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ടായിരുന്നു ചേച്ചി, അത് ഇത്തിരി കൂടിപ്പോയി ചേച്ചി. SIനെയൊക്കെ അല്ലേ ചേച്ചി പറഞ്ഞു. തിരിച്ചിട്ട് പറയുമ്പോ അവര് തങ്ങളില് അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്കൊരു ചെറിയ അതൊരു ഓർമ്മയുണ്ട് എനിക്ക് പറഞ്ഞതായിട്ട്. അത് ഞാൻ പറഞ്ഞു. അല്ല, കോൺസ്റ്റബിളിനൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. വന്നിട്ട് എൻ്റെ അടുത്ത് പറയണു, ഇൻസ്റ്റയിലുള്ള ആ മോളല്ലേ, മോള് ഇത്രയും വൈറലാണെന്ന് അറിഞ്ഞൂടായിരുന്നു. ഇൻസ്റ്റയിലും യൂട്യൂബിലും ആയിരിക്കും കേട്ടാ. എനിക്ക് ഞാൻ എന്തേലും ചെയ്യുമെന്നറിയാം. നമ്പർ മേടിച്ച് ചേച്ചി കോൺസ്റ്റബിളിന്റെ നമ്പരൊക്കെ ഞാൻ രഹസ്യമായിട്ട് മേടിച്ചിട്ട് ഇനിയിപ്പോൾ ഞാൻ രാത്രി ഇരുന്ന് മെസ്സേജ്. ഇങ്ങനെ എത്ര കുടുംബം തോന്നിച്ചിട്ടുണ്ട്? അത് ഒരുപാട് പേരെ ഇപ്പോഴും ഞാൻ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ എനിക്കതൊരു രസമാണ്, ഇതൊരു ഹരമാണ്. ഞാൻ എൻ്റെ കുടുംബം എങ്ങനെയേ പോട്ട്, എനിക്കതൊരു വിഷയമല്ല. എൻ്റെ കുടുംബം മൊത്തത്തിൽ താറുമാറായി അതെങ്ങനെയേ പോട്ട്. എൻ്റെ ഉമ്മ ആയിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും ബന്ധുക്കാരായിരുന്നാലും മക്കളെ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എനിക്കിനി ബാക്കിയുള്ളവരെ കൂടെ
പെണ്ണുങ്ങളെ ഞാൻ അടുപ്പിക്കും. അവർ നല്ല കുടുംബമായിട്ട് കഴിയണോരാ ഞാൻ അവരെ ഒന്ന് സ്ത്രീകളെ അടുപ്പിക്കും. അടുപ്പിച്ചിട്ട് അവരെ ഭർത്താക്കന്മാരെ കാര്യം തിരക്കും. ചിലപ്പോൾ അവർ വെളിയിലൊക്കെ. പിന്നെ ഞാൻ അതിലങ്ങ് കൊളുത്തി. ഈ പെണ്ണുങ്ങൾക്ക് എൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും ഒന്നും അറിഞ്ഞുകൂടാ. പീരിക്കും ഞാൻ എല്ലെണ്ണത്തിനെ ഞാൻ പീരിക്കും. ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടം ചേച്ചി. ഇങ്ങനെ ഉള്ളത് കൊണ്ടാ അപ്പോഴും ഞാൻ ചേച്ചിക്ക് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പാവ അമ്മയാണ്, 5 മക്കളെ അമ്മ. ചേച്ചി തിരിച്ച് റിപ്ലൈ തന്നിട്ടുണ്ടാക്കളെ ചേച്ചി എന്റെ മൈൻഡ് ഞാനെന്ന് പറഞ്ഞ ഫേമസ് ആയതല്ലേ. കമന്റ് വരണല്ലേ. എനിക്ക് കണ്ടമോനും കമന്റാണ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അപ്പോഴും പിന്നെ എനിക്ക് അതിൻ്റെതായ ഒരിതുണ്ട്. എന്നെ കോൺസ്റ്റബിൾ വരെ മോള് അങ്ങനെയാണ് ഇങ്ങനെയാണ്, മക്കൾ 5 പുലിക്കുട്ടികളെയാണ് വളർത്തണം. ഈ ആളുകളെ എല്ലെണ്ണത്തിനെ ലൈവിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടണം. അതിന് ഞാൻ സലാം തൊട്ട് ചേച്ചിയുടെ ട്രിക്കാണ് എനിക്ക് അറിയാം ചേച്ചി. ഇങ്ങനെ എൻ്റെ പുലിക്കുട്ടികളെ എല്ലാത്തിനും ഇങ്ങനെ വരിക്കും ഞാൻ നിർത്തും. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇങ്ങനെയല്ല മക്കളെ. ഏതാണ്ട് ഇതിങ്ങനെ കിലുങ്ങും. ഇഷ്ടപ്പെട്ടു. കയ്യിലായിരുന്നാലും ആരെങ്കിലും വെളിയിൽ വന്ന് ഇന്ന് അവർ ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ നോക്കണം ആരാണ് വന്നതെന്ന്. എന്നിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ അവർ ഓടുകയാണ് ചെയ്യണത്. ടിക് ടിക് ടിക്. അത് തന്നെ പ്രേതം പറഞ്ഞത് വിചാരിക്കും. കാര്യത്തിൽ ഇങ്ങനെ കിലിങ്ങിയാണ് നമ്മൾ ചെല്ലണത്. നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇട്ട്. ഇപ്പം ഇറക്കിയതാണ് കൊലുസും എല്ലാം. ഇപ്പം ഇറക്കിയതാണ്. നോക്കിയാണ് ഭംഗിയുണ്ടാന്ന് നോക്കിക്കാണ്. അത് സൂപ്പറായിട്ടുണ്ട്. കാലം ഉണങ്ങിപ്പോയി ഉണക്ക. ചേച്ചി കാലിലും കൂടെ കുറച്ച് വൈറ്റനിങ് ക്രീം ഇടാറുണ്ട് ചേച്ചി. ചേച്ചിയുടെ മുഖം മാത്രം ഇങ്ങനെ പാണ്ട് കണക്കിരുന്ന ഇപ്പം എല്ലാ മൊത്തത്തിൽ ഒരു ക്രീം ഒരു ബോട്ടിൽ ക്രീം ഒരു ദിവസമാണ് ഇടാനുള്ളത്. അപ്പം പിന്നെ ഞാൻ 1000 രൂപ കൊടുത്ത് ദിവസവും ഇങ്ങനെ മേടിക്കണ്ടേ. മുളകടന്നു നീ ചീത്ത വിളിക്കാതെ പോ 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 ഇറങ്ങിപ്പോ. എൻ്റെ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോടാ. എൻ്റെ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോടാ. ജപന്മാരെ ഫാനുണ്ടാച്ചി. ഈരുണ്ട്. ഈരും ഞമ്മലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓട്ടിയിരിക്കുമല്ലേ. ഓ അതിരുന്ന് ചേച്ചിയുടെ പിരികത്തൊരു പേനിരിക്കണ ചേച്ചി. തിങ്ങെടുത്ത് കളയാക്കളെ അടുക്കളെ മൊത്തത്തില് വിരിവിരോ ഇറങ്ങി കുളിക്കാനും നനയ്ക്കാനും സമയമല്ല ചേച്ചി. അപ്പം മുത്തുവിനെ വിളിക്കുമ്പോഴത്തേക്ക് ആളുകൾ ഒരുപാട് കയറും മക്കളെ. ലൈവിൽ പള്ളു വിളിക്കുമ്പോഴേ ആളുകൾ ഒരുപാട് കയറും. അതാണ് എൻ്റെ ഒരു സീക്രട്ട്. എല്ലാവരും നിങ്ങൾ ഈ പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങിക്കണം. ഇതാ നല്ലോണം കിലുങ്ങും. നമുക്ക് എന്തേലും ചെയ്താൽ വേണമെങ്കിലും എന്തേലും ചെയ്താലും അത് എപ്പോഴും ഇങ്ങനെ കിലുങ്ങും. ഉണ്ടോ ഉണ്ടോ. ഒട്ടും പേടിക്കണ്ട കേട്ടാ. ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ എന്നെ പോലെ കുറെ ആൾക്കാരുണ്ട്. ഉണ്ടല്ലേ. ചേച്ചി എത്ര അപരാധം വേണോ പറഞ്ഞു. നാട്ടുകാരെ കുറിച്ചും എല്ലാരെ കുറിച്ച്. ചേച്ചിക്ക് ഇനി ആര് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടാണെങ്കിലും ചേച്ചി ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കും. ചേച്ചി പൈസ കൊടുത്ത് കയറ്റും ആളുകൾ. ചേച്ചിയും കുറച്ച് പൈസ. എനിക്ക് കുഴപ്പമില്ല. ഇപ്പം പൈസ ക്യാഷൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഞാൻ അതിനായിട്ട് ആളിനെയൊക്കെ പിടിച്ചിട്ടുണ്ട് മക്കളെ.